സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു OTT-കാരന് പോലും വേണ്ട, ഒരാൾക്ക് പോലും വേണ്ട ബബ്ബബ്ബ എന്ന് പറയുന്ന സിനിമ വളരെയധികം പരിതാപകരമായിട്ട് ഇപ്പോഴിനി സീൽ കേരളം എന്ന് പറയുന്ന ഒരു ചാനലാണ് ഇത് ഏറ്റെടുത്തത് എന്നാണ് പറയുന്നത്. അതായത് ദിലീപിൻ്റെ പടം കളിക്കാൻ ഒരു ചാനലുകാർക്കും താല്പര്യമില്ല. ദിലീപിൻ്റെ പടമാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട, ദിലീപിൻ്റെ എല്ലാ പടങ്ങളും ഇവിടെ കെട്ടിക്കിടക്കുകയാണ്. ഇതിന് മുന്നേ ഇറങ്ങിയ ദിലീപിൻ്റെ പടങ്ങളൊക്കെ ഇവിടെ പെട്ടിയിലാണ്, ഒരാൾക്ക് പോലും വേണ്ട. അതായത് ജനങ്ങളൊന്നും കാണാൻ ഇഷ്ടപ്പെടുന്നില്ല, ഫാമിലികളൊന്നും തീരെ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ പടം ഓടിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ ചാനലിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു ഭയം കാരണം ഇവരാരും ഈ പടം എടുക്കുന്നില്ല. ബബ്ബബ്ബ എന്ന് പറയുന്ന ഒരു സിനിമ അദ്ദേഹത്തിൻ്റെ സ്വന്തം ചാനലായ, അതായത് നമ്മുടെ ഗോകുലത്തിൻ്റെ സ്വന്തം ചാനലായ ഫ്ലവേഴ്സ് ചാനലിന് പോലും വേണ്ട. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഭയന്നിട്ട് തന്നെയാണ്. ദിലീപ് എന്നുള്ളവൻ്റെ സിനിമ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ ചാനലിൻ്റെ എല്ലാ കാര്യങ്ങളും പോകുമോ എന്നുള്ള ഒരു ഭയം നല്ല രീതിയിലുണ്ട്. 40 കോടിയോളം രൂപയിലെ ചെലവിലാണ് ഈ ഒരു പടം നിർമ്മിച്ചതെങ്കിലും ഇത് ആകെ കളക്ട് ചെയ്തത് 45 കോടിയിൽ അത് കുറച്ച് ചില്ലറ, അതായത് 45 കോടി രൂപയോളമാണ്. 45 കോടിയോളം രൂപ നേടിക്കഴിഞ്ഞാൽ ഇതിൽ ഒന്നും കിട്ടത്തില്ല. ഇതിൽ എന്തെങ്കിലും ഒരു ലാഭം കിട്ടണമെങ്കിൽ, അതെങ്കിലും മുതൽ മുടക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ 70 കോടിയെങ്കിലും ഓടണം. ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ മോഹൻലാലിന് കൊടുത്ത പൈസ പോലും നിർമ്മാതാക്കൾക്ക് തിരിച്ചു കിട്ടിയില്ല എന്നാണ് പറയുന്നത്. പല സിനിമകളെയും പോലെ തന്നെ ദിലീപിന്റെ പടവും ഒരു പരാജയത്തിലേക്ക് തന്നെയാണ് നീങ്ങിയത്. മോഹൻലാലിനെ കൊണ്ടുവന്നിട്ടും ഈ പടത്തിന് യാതൊരുവിധ രക്ഷയും കിട്ടിയില്ലെങ്കിൽ മോഹൻലാൽ ഇവരെ ഒന്ന് ചിന്തിക്കണം. അതായത് ഇനി ദിലീപിന്റെ കൂടെ അഭിനയിക്കണോ? ഇനി ദിലീപിന്റെ കൂടെ അഭിനയിച്ചാൽ തങ്ങൾക്ക് ഭാവിയുണ്ടോ? ഒരു പക്ഷേ മോഹൻലാലിന്റെ അടുത്ത സിനിമ ഇറങ്ങുമ്പോഴെങ്കിലും മോഹൻലാലിന് അത് മനസ്സിലാകും. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഋഷിഭായ് എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ മോഹൻലാലിന് മനസ്സിലായി, ഞാൻ പോയി കണ്ടില്ല, ഞാൻ കാണില്ല എന്ന് തീരുമാനിച്ചൊരു സിനിമയാണ്. കാരണം എന്താ വെച്ചാൽ ദിലീപിനെ പിന്താങ്ങിക്കൊണ്ട് ഇദ്ദേഹം വന്ന അന്നു മുതൽ തന്നെ ഇദ്ദേഹത്തിന്റെ സ്വഭാവം എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മോഹൻലാലിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നഷ്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബബ്ബബ്ബ എന്ന് പറയുന്ന ഒരു സിനിമയിലെ ഗസ്റ്റ് റോള് തന്നെയാണ്. ഒരു കാരണവശാലും അത് ലാലേട്ടൻ ഏറ്റെടുക്കാൻ പാടില്ലായിരുന്നു. ലാലേട്ടൻ ഏറ്റെടുത്തതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ പടത്തിന് ഇപ്പോഴും മാർക്കറ്റ് ഇല്ലാത്തത്. അപ്പോൾ ചോദിക്കും, ഇനിയിപ്പോൾ ദൃശ്യങ്ങൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റു പല സിനിമകൾ വരുന്നുണ്ട്, ഒരു പക്ഷേ അതൊക്കെ രക്ഷപ്പെട്ടേക്കാം. പക്ഷേ എന്നാലും ഒരു കാര്യം പറയുകയാണ്, പണത്തിന് മുകളിലും നമുക്ക് പലതുമുണ്ട്. അതായത് വെറും പണം മാത്രമല്ല, ഇപ്പൊ ദിലീപ് ഒരുപാട് കോടികൾ ഓഫർ ചെയ്യുമ്പോഴും അതിന് മേലെയും പല കാര്യങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കണം ലാലേട്ടൻ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ പലരും ചെയ്യുന്നത് പോലെ പൈസക്ക് വേണ്ടിയിട്ട് താൻ എന്തും ചെയ്യും, പൈസ കിട്ടിക്കഴിഞ്ഞാൽ താൻ എന്തും ചെയ്യും. അതുപോലെയാണ് ഇപ്പോൾ ലാലേട്ടനും ടീമും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അതായത് ദിലീപ് എന്ന് പറയുന്നവന്റെ സിനിമ കേരളത്തിൽ ഒരു തിയേറ്റർ പോലും പ്രദർശിപ്പിക്കരുത്. കാരണം അത്രമാത്രം നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതായത് ഈ ബബ്ബബ്ബ എന്ന് പറയുന്ന സിനിമ ഇറക്കിയത് തന്നെ ഇദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും ഇദ്ദേഹത്തിനറിയാം ഇദ്ദേഹം രക്ഷപ്പെടുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ഇറക്കിയത്. ഇല്ലെങ്കിൽ ഇമാതിരി പടം ഇറക്കത്തില്ല. അതായത് ഇദ്ദേഹത്തിന് പറയാനുള്ള പലതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടി തുറന്ന് പറയാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് സിനിമയിലൂടെ പറഞ്ഞ് എല്ലാവരെയും കയ്യിലെടുക്കേണ്ട 4ാം കിട പരിപാടിയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിവിടെയുള്ള പ്രബുദ്ധരായ ചില നിർമ്മാതാക്കളും കൂടി കൂട്ടുപിടിക്കുമ്പോഴാണ് എനിക്ക് അവരോടൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛം തോന്നുന്നത്. അതായത് എന്തിനാണ് ഇവരൊക്കെ കൂട്ടുപിടിക്കുന്നത്? ഇതുപോലെ ഗോകുലം ഗോപാലിനെ പോലെയുള്ള വലിയ വലിയ നിർമ്മാതാക്കൾ ഇങ്ങനെയൊരു സിനിമ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല, ഞങ്ങളത് ചെയ്യില്ല എന്ന് പറയാമായിരുന്നു. പക്ഷെ അതല്ല, ദിലീപിന്റെ ആ ഒരു പ്രേരണയിൽ കുടുങ്ങി. പിന്നീട് എന്ന് പറഞ്ഞാൽ ദിലീപ് പൈസ വാരിത്തരും എന്നുള്ള ഒരു വിചാരം കൊണ്ട് മാത്രമാണ് ഗോകുലം ഗോപാലിനും അതുപോലെ തന്നെ മറ്റു പലരും ഒക്കെ ഈ സിനിമയിൽ കുടുങ്ങിയത്. പക്ഷെ ജനങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണ്. ദിലീപ് വിചാരിച്ചത് വെറുതെ വിട്ടു എന്ന് പറയുന്ന ഒരു വിധി വന്നതോട് കൂടിയിട്ട് താനങ്ങ് ക്ലീനായി, തൻ്റെ പടത്തിനങ്ങ് ആൾക്കാർ വലിഞ്ഞു കയറും, പിന്നീട് തൻ്റെ ബബ്ബബ്ബ എന്ന് പറയുന്ന ഒരു സിനിമ വലിയ ഹിറ്റായി മാറും എന്നൊക്കെയാണ് ദിലീപ് കരുതിയത്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആനയും വന്നില്ല, ഒരു പൂടയും വന്നില്ല എന്നുള്ള അവസ്ഥയാണ്. ഏതായാലും ദിലീപ് എന്നുള്ള പറയുന്നവന്റെ ഏറ്റവും വലിയൊരു പരാജയം തന്നെയാണ് ഈ ഒരു സിനിമ. അതായത് ഈ സമീപകാലത്തൊന്നും ഇത്രയും വലിയൊരു പരാജയം ഉണ്ടായിട്ടില്ല. സമീപകാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് കുറച്ചൊക്കെ ഒരു നല്ല മനുഷ്യരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇങ്ങേര് കോടതിയിൽ വന്ന് വെല്ലുവിളിച്ച ഒരു രംഗമുണ്ടായിരുന്നു. മഞ്ജു വാര്യരെ അങ്ങ് ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത്. മഞ്ജു വാര്യരെ എല്ലാവരും കൂടി അങ്ങ് കൊത്തി വലിക്കുക
നിൽക്കട്ടെ, തനിക്കെന്താണ് ഛേദം, നാളെ മുതൽ ഈ ചർച്ചയിൽ മഞ്ജു വാര്യരായിരിക്കണം, ഇത്രയും നാൾ ഞാൻ ഒരുപാട് അനുഭവിച്ചല്ലേ എന്നുള്ള തരത്തിൽ അങ്ങ് ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു ചാനൽ പോലും അത് ഏറ്റെടുത്തില്ല. അത് ദിലീപിന്റെ ഒരു നാലാംകിട പരിപാടിയായി മുദ്ര കുത്തുകയും ദിലീപിന് അതുവരെ ഉണ്ടായിരുന്ന സപ്പോർട്ടുകൾ എല്ലാം പിൻവലിയുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതായത് ദിലീപിന് വേണ്ട മഞ്ജു വാര്യർ അങ്ങനെ പറഞ്ഞത് വലിയ തെറ്റ് തന്നെയാണ്. താങ്കൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും താങ്കൾ ഇപ്പോഴൊരു കുറ്റാരോപിതനാണ്, ഇപ്പോഴും കോടതി വെറുതെ വിട്ടതാണ്. പക്ഷേ എന്നാലും താങ്കൾ അത് തെളിയിച്ചു വരേണ്ടത് താങ്കളുടെ കടമയാണ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളങ്ങ് തെരുവിലിറങ്ങുന്നു. പിന്നീടെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ഇയാൾ ഒന്നും പറയാൻ പോയിട്ടില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ബബ്ബബ്ബ എന്ന് പറയുന്ന ഒരു സിനിമക്ക് വേണ്ടിയിട്ടാണ് ഇമ്മാതിരി കോപ്രായങ്ങൾ മുഴുവൻ ഇദ്ദേഹം കാണിച്ചത്. ഇദ്ദേഹം പഴയ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് ഓരോ റോള് കൊടുത്തത്, ഇദ്ദേഹത്തിന്റെ സ്തുതി പാടുന്ന ഒരുപാട് പേർക്ക് റോള് കൊടുത്തിട്ടുണ്ട്. റിയാസ് ഖാനൊന്നും ജീവിതത്തിൽ ഒരു സിനിമയില്ലാതെ എന്ന് അയാളുടെ 10-15 വർഷമായിട്ട് ബാലേട്ട എന്ന് പറയുന്ന ഒരു സിനിമയോടൊരു ഫീൽഡ് ഔട്ട് ആയതാണ്. അയാളൊക്കെ പിന്നീട് ഇപ്പോഴാണ് വരുന്നത്. ഇപ്പോഴൊരു ചെറിയ സീനിൽ കൊടുക്കുകയും അങ്ങനെ അതിൽ നിന്നും ഒരു തുക കൊടുത്തു. എന്തുകൊണ്ടാണ്? ദിലീപിന്റെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ദിലീപ് ഒരു സ്ഥാനം കൊടുക്കും, ദിലീപിന്റെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ദിലീപ് ഇതിനകത്ത് റോള് കൊടുക്കും, ആ ദിലീപ് കമ്പനിയിൽ എല്ലാവർക്കും ജോലി കൊടുക്കും. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരുപാട് അടിമകളുള്ളത്. ദിലീപിന്റെ കാരുണ്യം പ്രതീക്ഷിച്ച് ഒരുപാട് അടിമകളുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതായത് ദിലീപിന്റെ ആലുവയിലുള്ള വീടിന്റെ മുന്നിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, അവിടെ ഒരുപാട് ടീമുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാകും. എന്താണത്? ദിലീപിന്റെ പടത്തിന്റെ അനൗൺസ്മെന്റ് കാത്തിരിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ചെറിയ 1-2 റോള് കൊടുക്കും. ആ റോള് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഒരു 10-30,000 രൂപ കിട്ടുമായിരിക്കും. അത് അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ വലിയൊരു ആശ്വാസമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഒരുപാട് പേര് നിൽക്കുന്നത്. അല്ലാതെ ദിലീപിനോടുള്ള സ്നേഹമൊന്നുമല്ല. ദിലീപ് വിചാരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വന്ന് നിൽക്കുന്നവരെല്ലാം എന്നോട് ഭയങ്കര സ്നേഹമാണ്, എന്നോട് കൂറുള്ളവരാണ് എന്നാണ് ഈ ദിലീപ് വിചാരിക്കുന്നത്. പക്ഷേ അവരുടെയൊക്കെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 രൂപയിൽ കഴിഞ്ഞു. 50 രൂപ അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷ സ്നേഹവും കഴിഞ്ഞു എന്നേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു വലിയ സംഭവം കാര്യങ്ങളൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ബബ്ബബ്ബ എന്ന് പറയുന്ന ഒരു സിനിമ ഒരിക്കലും നമ്മുടെ ഗോകുലം ഗോപാലേട്ടൻ എടുക്കാൻ പാടില്ലായിരുന്നു, മോഹൻലാൽ അതിൽ അഭിനയിക്കാൻ പാടില്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇത്രയും അഹങ്കാരിയായ ഒരു മനുഷ്യൻ, ഞാനൊക്കെ ദിലീപിന്റെ വലിയ ഫാനായിരുന്നു. പക്ഷേ ഈയിടെയായിട്ട് എന്ന് പറഞ്ഞാൽ അയാളെ പോലെ അഹങ്കാരിയായ മനുഷ്യൻ ലോകത്തില്ല. അത്രമാത്രം അഹങ്കരിച്ച് നടക്കുന്ന ഒരു മനുഷ്യനാണ് ഈ ദിലീപ് എന്ന് പറയുന്നത്. അതായത് മറ്റുള്ളവരെ ആക്ഷേപിക്കാൻ വേണ്ടി, അധിക്ഷേപിക്കാൻ വേണ്ടി മാത്രം ഇദ്ദേഹം ഇനി തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ആ നടി ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് വണ്ടിയിൽ വെച്ചിട്ട്. അവരുടെ ഭാഗത്തു കൂടി സംസാരിക്കാതെ പിന്നെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. നേരെ മറിച്ച് ആ നടിയുടെ കൂടെയാണ് ഞാൻ. അവരെ എന്തെങ്കിലും ചെയ്തവരൊക്കെ ആ ശിക്ഷിക്കണം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്രയും ഹേറ്റേഴ്സ് ദിലീപിനെതിരെ വരുമായിരുന്നില്ല. പക്ഷെ ദിലീപ് കോടതിയിൽ നിന്നും പുറത്തിറങ്ങി പറഞ്ഞ ആ ഒരൊറ്റ കാര്യമാണ്. ഏതായാലും ദിലീപിന്റെ പടം ഇപ്പോഴും OTTക്കും വേണ്ട, അതുപോലെ തന്നെ ഒരു ചാനലിനും വേണ്ട. ഇപ്പോൾ C ചാനലും മാത്രമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അത് എത്ര ദിവസം ഓടുമെന്നൊന്നും അറിയില്ല. അതായത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ദിലീപിന്റെ ബബ്ബബ്ബ എന്ന് പറയുന്ന സിനിമ ആയതുകൊണ്ട് തന്നെയാണ്, എല്ലാവരും വെറുത്തൊരു സിനിമ ആയതുകൊണ്ട് തന്നെയാണ്, അല്ലാതെ വേറെയൊന്നുമല്ല. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ, അറിഞ്ഞം പറഞ്ഞം വന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ വന്ന് കമൻറ്റ് ചെയ്തോ. നന്ദി, നമസ്കാരം.